ഹൈഡ്രോപ്ലെയിനിങ്, മലപ്പുറം കത്തി, ABS കുറേ വാക്കുകൾ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആളുകൾ കൃത്യമായി മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതും ഉണ്ടാക്കിയതും ആയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ ആക്സിഡൻറ്റുകളുടെയും 70% ആക്സിഡൻറ്റുകളും ഉണ്ടാവുന്നത് ലൈസൻസ് കിട്ടി ആദ്യത്തെ 3 വർഷമാണ്. ഇവിടെ അക്വാപ്ലെയിനിങ്ങിന് യാതൊരു പ്രസക്തിയുമില്ല. അക്വാപ്ലെയിനിങ്ങിൻ്റെ പ്രിൻസിപ്പിളിന് അഗ്നിസ്റ്റ് ആയിട്ടാണ് വണ്ടി മൂവ് ചെയ്തത്. ഈ ചാനലിലൂടെ പുറത്തേക്ക് വരാതിരിക്കുകയും ഈ വെള്ളം ടയറിൻ്റെ മുമ്പിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അക്യുമുലേറ്റ് ചെയ്യുകയും ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ മുകളിലൂടെ ടയർ സഞ്ചരിക്കുകയും ചെയ്യും. റോഡ് നന്നാകുമ്പോഴാണ് ആളുകൾ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നത്. സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി സ്കിഡാവും. അപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഈ ലോ എൻഫോഴ്സ്മെൻറ്റ് ഇല്ല എന്ന് പറയുകയും സ്ട്രിക്റ്റായി നിയമം കൊണ്ടുവരുമ്പോഴത്തേക്കും ആളുകളെ പീഡിപ്പിക്കുകയായും എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാകും. അതായത് പ്രൊബേഷൻ 1 ആ സമയത്ത് അവർ ഇത്ര അവേഴ്സ് വണ്ടി ഓടിക്കണം. എപ്പോഴും പിയർ ഗ്രൂപ്പിലെ ആളുകൾ നമ്മുടെ വണ്ടിയിലുണ്ടെങ്കിൽ നമുക്ക് ആവേശം കൂടും. ഒരു വർഷം വെറും 300 ആളുകളാണ് ഇവിടെ കൊല ചെയ്യപ്പെടുന്നത്. പക്ഷെ 4500-5000 ആളുകളാണ് റോട്ടിൽ കൊല ചെയ്യപ്പെടുന്നത്. ഒരു ചാനലുകാരും അതിനെപ്പറ്റി ബോധേടല്ല. ഹലോ, നമസ്കാരം. ഐ ഡ്രൈവ് സേഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൻ്റെ ഷോക്കിൽ നിന്നും നമ്മൾ ആരും മുക്തരായിട്ടില്ല. പല അഭിപ്രായങ്ങളും ചർച്ചകളും നമ്മൾ TV-യിലും മറ്റ് പത്രമാധ്യമങ്ങളിലും കാണുന്നുണ്ട്. ഹൈഡ്രോപ്ലെയിനിങ്, മലപ്പുറം കത്തി, ABS കുറേ വാക്കുകൾ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആളുകൾ കൃത്യമായി മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ആദ്യമേ തന്നെ ആ അപകടത്തിൻ്റെ വിഷ്വൽ നമുക്ക് ഒന്ന് വളരെ ക്ലോസ് ആയി പരിശോധിക്കാം. നിങ്ങൾ ഈ വീഡിയോ വളരെ സൂക്ഷ്മമായിട്ട് ഒന്ന് നിരീക്ഷിക്കുക. KSRTCയെ ഓവർടേക്ക് ചെയ്ത ഒരു കാർ വരുന്നു. അതേ സമയം തന്നെ എതിർവശത്ത് നിന്ന് മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ട കുട്ടികൾ വരുന്നു. അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ 2 വണ്ടികൾക്ക് ക്രോസ് ചെയ്ത് പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിർവശത്ത് നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. സത്യത്തിൽ 2 വശത്തും ഒരേ സമയം ഓവർടേക്ക് നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വീട്ടിലിരിക്കുന്ന ആരുടെയോ പ്രാർത്ഥന കൊണ്ടാണ് നമ്മളെന്നും വൈകുന്നേരം വീട്ടിൽ ചെല്ലുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവരും ഓവർടേക്ക് ചെയ്തത്. ഇത് വളരെ അപകടം പിടിച്ചൊരു ഡ്രൈവിംഗ് രീതിയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇത് ശരിയാണ് എന്നാണ് നമ്മുടെ ധാരണ. ആക്ച്വലി ഈ ടൈമിംഗ് അതാണ് പ്രശ്നം. നമ്മൾ ഒരു വാഹനത്തിനെ റൈറ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് അതിനെ സുരക്ഷിതമായി മറികടന്നതിന് ശേഷം സഫീഷ്യൻ്റായ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് ചേരുന്നു. അങ്ങനെ ചേർന്ന് നമ്മൾ വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ വണ്ടി ഓടിക്കുന്നു. ഇവിടെ ഇവർ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എതിർവശത്ത് നിന്ന് മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്ത് വരികയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് ഇവർ വാഹനം ലെഫ്റ്റിലേക്ക് ഒതുക്കുമ്പോൾ നിങ്ങൾ തൊട്ടു പുറകിലുള്ള വണ്ടിയെ ശ്രദ്ധിക്കൂ. അവർ സഡനായി ബ്രേക്ക് ചവിടുന്നുണ്ട്. നമ്മൾ പെട്ടെന്നൊരു വണ്ടിയുടെ മുന്നിൽ കയറിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിക്കുകയാണ്. അതിനാണ് നമ്മൾ കട്ടിൻ എന്ന് പറയുന്നത്. ആ കട്ടിൻ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പിലുണ്ടായിരുന്ന വാഹനം സഡനായി ബ്രേക്ക് ചവിട്ടുന്നത് കാണാം. ബ്രേക്ക് ലൈറ്റിൽ വളരെ കൃത്യമായി കാണാം. അപ്പോൾ കുട്ടികൾ പാനിക്കാവുന്നുണ്ട്. കാരണം അവർക്ക് മുന്നിൽ നിന്ന് വരുന്ന വണ്ടിയും ഈ വണ്ടിയുടെ ഇടയ്ക്ക് കൂടി പോകാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്നൊരു ഭയം അവർക്കുണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വലതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റിയറിംഗ് വലത്തേക്ക് തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇടതുവശത്തേക്ക് തിരിച്ച് നമ്മുടെ ലൈനിലേക്ക് വരുന്നു. വീണ്ടും നമ്മൾ വലത്തേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് ആണ് വണ്ടി നേരെയാക്കുന്നത്. ഇവർ വലത്തേക്ക് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എതിർവശത്ത് നിന്ന് വണ്ടി വരുന്നത് കണ്ട് പാനിക്കായി ഇവർ ബ്രേക്ക് ചവിട്ടുന്നു. ബ്രേക്കും സ്റ്റിയറിംഗും 2 പ്രധാനപ്പെട്ട കൺട്രോളാണ് ഒരു വാഹനത്തിൽ. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട്. ഈ ബ്രേക്കും സ്റ്റിയറിംഗും നമ്മൾ ഒന്നിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ അപകടം പിടിച്ച ഒരു ഡെഡ്ലി കോമ്പിനേഷനായി മാറുന്നു. അതായത് സ്റ്റിയറിംഗ് നേരെ ആയിരിക്കുമ്പോൾ നമുക്ക് സഡനായി ബ്രേക്ക് ചവിട്ടാം. പക്ഷേ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി സ്കിഡാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് ABS ഉണ്ടെങ്കിലും വണ്ടി സ്കിഡാവും. ഇതിനകത്ത് ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറയുന്ന സംഭവം നടന്നിട്ടേ ഇല്ല. ഹൈഡ്രോപ്ലെയിനിങ് എന്താണ്, ABSൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇവിടെ സംഭവിച്ചത് കുട്ടികൾ ഓവർടേക്ക് ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് ജഡ്ജ് ചെയ്യാൻ പറ്റാതെ വന്നു. എന്തുകൊണ്ടാണ് അവർക്ക് പറ്റാതെ വന്നത്? അതിനുള്ള പ്രധാന കാരണം ഈ വണ്ടി ഓടിച്ച കുട്ടി ഇദ്ദേഹം നേരത്തെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഈ ഫുട്ടേജിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ചാസി ബോഡി കംപ്ലീറ്റ് തുരുമ്പെടുത്തിരിക്കുകയാണ്. കംപ്ലീറ്റ് എഞ്ചിൻ ഓയിൽ ലീക്കാണ്. ഞാൻ നേരിട്ട് പോയി ഈ സ്ഥലം സന്ദർശിച്ച് ഈ വണ്ടിയുടെ ഫുട്ടേജ് എൻ്റെ ഫോണിൽ പകർത്തിയതാണ്.
ഈ വണ്ടി 14 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് സഫീഷ്യൻറ്റ് പിക്കപ്പ് ഉണ്ടാവില്ല. ഓൾറെഡി വണ്ടി ഓവർലോഡാണ്. നിങ്ങൾ പലരും ഒരാൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വാഹനത്തിൽ കയറ്റി പുറകിൽ 2 ലഗേജ് ബോക്സും കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടി ഓടിക്കുമ്പോൾ ഡിഫറൻസ് മനസ്സിലാകും. കാരണം വണ്ടി നമ്മൾക്ക് സാധാരണ ഒരാൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നതിനേക്കാളും വണ്ടിയുടെ പിക്കപ്പ് നന്നായി കുറയും. നമ്മൾ 4 പേര് വണ്ടിയിൽ കയറിയാൽ. ഈ വണ്ടിയിൽ 11 ആളുകളുണ്ട്, വണ്ടിക്ക് വലിവ് കുറവായിരിക്കും. രണ്ടാമത്, ഈ കുട്ടി മിക്കവാറും ഓടിക്കുന്നത് ഒരു പെട്രോൾ വണ്ടി ആയിരിക്കും. ഇദ്ദേഹം കാർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡീസൽ വണ്ടിയാണ്, പഴയ വണ്ടിയാണ്. പെട്രോൾ വണ്ടി നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ കാല് കൊടുത്താൽ മുന്നോട്ട് പോകും. ഡീസൽ വണ്ടി അങ്ങനെ പോകില്ല. വണ്ടിയുടെ പഴക്കം, വണ്ടിയുടെ ഫ്യൂവൽ, വണ്ടിയുടെ ഓവർലോഡ്, ഇതുകൊണ്ടെല്ലാം തന്നെ ഇദ്ദേഹത്തിന് ഈ സ്പീഡ് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇദ്ദേഹം ഓവർടേക്ക് തീരുന്നതിന് മുമ്പ് എതിർവശത്ത് വണ്ടി വരുന്നു, പാനിക്കാവുന്നു, പെട്ടെന്ന് വലത്തേക്ക് വെട്ടിക്കുന്നു, ബ്രേക്ക് ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വണ്ടിയുടെ ബാക്ക് സൈഡ് സ്കിഡാവും. അങ്ങനെ സ്കിഡായിട്ടാണ് ഈ കാറ് പോയി KSRTC അടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വാഹനം ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കുന്നത്? വാഹനം ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കുന്നത് ഇതെല്ലാം നമ്മൾ സ്കൂൾ പഠിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവർ. കാരണം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നിയർ ടു ഇമ്പോസിബിൾ. അത്രയ്ക്ക് അതിസമർത്ഥരായ കുട്ടികൾക്ക് മാത്രമാണ് MBBS അഡ്മിഷൻ കിട്ടുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഫിസിക്സും മാത്തമാറ്റിക്സും എല്ലാം പുസ്തകത്തിൽ പഠിക്കുന്നതിനുള്ള കുഴപ്പമാണ്. ശരിക്കും ഒരു വാഹനം ബ്രേക്ക് ചവിട്ടിയാൽ എങ്ങനെയാണ് റോട്ടിൽ നിൽക്കുന്നത്? നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഒരു വാഹനം ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷന് എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റോഡും ടയറും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷൻ, അത് ആണ് ഒരു വണ്ടി ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കാൻ സഹായിക്കുന്നത്. റോഡിന് ഗ്രിപ്പ് ഉണ്ടായിരിക്കണം, ടയറിന് ത്രെഡ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. വണ്ടിയുടെ വെയിറ്റ്, വണ്ടിയുടെ സ്പീഡ്, പല ഡൈനാമിക്സ് ഉണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് പ്രധാനപ്പെട്ട കാര്യം മാത്രം ഫോക്കസ് ചെയ്യാം. ടയറിൽ നല്ല ത്രെഡ് അഥവാ കട്ട ഉണ്ടായിരിക്കണം, റോഡിന് നല്ല ഗ്രിപ്പ് ഉണ്ടായിരിക്കണം. മഴയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഒരു വീടിൽ തന്നെ ഒരു തറയിൽ എണ്ണയൊഴിച്ച് അല്ലെങ്കിൽ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് ചവിട്ടിയാൽ തെന്നി വീഴും. എന്തുകൊണ്ടാണ്? അവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഈ കുട്ടികൾ ബ്രേക്ക് ചവിട്ടിയപ്പോൾ റോട്ടിൽ വെള്ളമുള്ളത് കൊണ്ട് റോഡും ടയറും തമ്മിലുള്ള ഗ്രിപ്പില്ല. ബിക്കോസ് അതിനിടയ്ക്ക് ഒരു ജലപാളിയുണ്ട്. അപ്പോൾ വണ്ടി സ്കിഡ് ചെയ്യും. ഇതുപോലെ തന്നെ കുറേ വിദഗ്ധർ പറയുന്ന മറ്റൊരു സാധനമാണ് ഹൈഡ്രോപ്ലെയിനിങ്. എന്താണ് ഹൈഡ്രോപ്ലെയിനിങ്? ഏതൊരു വസ്തുവും പ്ലെയിൻ ചെയ്യും. പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതലത്തിൽ നിന്ന് മുകളിലേക്ക് പറക്കുക. അതിന് പ്രധാനമായി എന്തൊക്കെയാണ് വേണ്ടത്? അതിന് 1 ആ വസ്തുവിൻ്റെ സ്പീഡ്, 2 ആ വസ്തുവിൻ്റെ ഭാരം, മൂന്നാമത്തെ കാര്യം ചെറിയ ക്ലാസ്സുകളിലോ ഹൈസ്കൂളിലോ നമ്മൾ പഠിക്കുന്നുണ്ട് ബെർണോളിസ് പ്രിൻസിപ്പിൾ. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ? ഫാസ്റ്റർ മൂവിങ് എയർ ഹാസ് ലോവർ പ്രഷർ. സാധാരണഗതിയിൽ ഒരു വാഹനം ലിഫ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെ എയറോഡൈനാമിക്സ് അനുസരിച്ച്, ഒരു ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ലിഫ്റ്റ് ഉണ്ടാവണം, വാഹനത്തിന് സ്പീഡ് ഉണ്ടാവണം, വാഹനത്തിന് വെയിറ്റ് കുറവായിരിക്കണം. ഈ 3 കാര്യങ്ങൾ കൂടി കൂടണം. അപ്പോൾ അത് നമ്മൾ പറയുന്നതാണ് പ്ലെയിനിങ് അഥവാ ലിഫ്റ്റിംഗ് എന്ന് പറയും. ഇനി എന്താണ് അക്വാപ്ലെയിനിങ് അഥവാ ഹൈഡ്രോപ്ലെയിനിങ്? ചില കാറുകൾ പറന്നു പോകുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. വളരെ സ്പീഡിൽ ലൈറ്റ് വെയിറ്റ് വണ്ടികൾ പറന്നു പോകും ആകാശത്തേക്ക്. എന്ന് വെച്ചാൽ മുകളിലേക്ക് പറക്കല്ല, റോഡിൽ നിന്ന് ഗ്രിപ്പില്ലാതെ വളവൊക്കെ തിരിക്കുമ്പോൾ നേരെ പറന്ന് അടുത്ത കാട്ടിൽ പോയി വീഴുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് ആണ് പ്ലെയിനിങ്. അപ്പോൾ വാഹനം പറക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ പറയുന്ന സ്പീഡ് കൂടുന്നതനുസരിച്ച്, ഭാരം കുറയുന്നതനുസരിച്ചും അതിൻ്റെ എയറോഡൈനാമിക്സ് അനുസരിച്ചും. എന്നാൽ നമ്മളുടെ റോട്ടിൽ വെള്ളം കിടക്കുകയാണെങ്കിൽ ഈ വെള്ളം കൊണ്ട് നമ്മളുടെ ഈ വാഹനം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ഹൈഡ്രോപ്ലെയിനിങ് അഥവാ അക്വാപ്ലെയിനിങ് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അവിടെയാണ് ടയറിൻ്റെ ത്രെഡിൻ്റെ പ്രാധാന്യം വരുന്നത്. ടയറിൻ്റെ ത്രെഡ് എന്തിനാണ്? ഫ്രണ്ടിലുള്ള വെള്ളത്തിനെ ഈ ചാനലിലൂടെ പുറത്തേക്ക് കടത്തി വിടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ത്രെഡ് കുറവാണെങ്കിൽ, നമ്മളുടെ റോഡിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഈ ചാനലിലൂടെ പുറത്തേക്ക് വരാതിരിക്കുകയും ഈ വെള്ളം ടയറിൻ്റെ മുമ്പിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അക്യുമുലേറ്റ് ചെയ്യുകയും ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ മുകളിലൂടെ ടയർ സഞ്ചരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇത് മുകളിലേക്ക് പോകും. പക്ഷേ അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ അക്വാപ്ലെയിൻ ചെയ്ത അഥവാ ഹൈഡ്രോപ്ലെയിൻ ചെയ്തൊരു വാഹനം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിച്ചു കഴിഞ്ഞാലും വാഹനം നേരെ പോകും. കാരണം ഇത് സ്വല്പം പൊങ്ങി നിൽക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ വണ്ടി സ്കിഡ് ചെയ്ത് KSRTC ബസ്സിലേക്ക് പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അക്വാപ്ലെയിനിങ് എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മളുടെ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം അനുസരിച്ച് ഇനേർഷ്യ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇനേർഷ്യ എന്താണ്? ചലിക്കുന്ന ഡയറക്ഷനിൽ ചലിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു വസ്തുവിൻ്റെ
സ്വഭാവത്തിനാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. അക്വാപ്ലെയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ ഇനേർഷ്യയാണ് വർക്കൗട്ട് ആവുന്നത്, ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺ. അപ്പോൾ ഹൈഡ്രോപ്ലെയിൻ ആയാൽ എന്താണ് സംഭവിക്കേണ്ടത്? ഈ വണ്ടി നേരെ പോകണം. ഈ വണ്ടി നേരെയാണോ പോയത്? അല്ല, വണ്ടി വലതുവശത്തേക്കാണ് പോയത്. എന്തുകൊണ്ടാണ് വലതുവശത്തേക്ക് പോയത്? ഇവർ വലത്തേക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് ബ്രേക്ക് ചവിട്ടി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെയും സംഭവിക്കുന്ന ഇനേർഷ്യ തന്നെയാണ്. ഇനേർഷ്യ വണ്ടിയുടെ പുറകുവശത്തിനെ മുന്നോട്ട് തള്ളും. ഇങ്ങനെ മുന്നോട്ട് തള്ളിക്കഴിയുമ്പോൾ വണ്ടി വലത്തേക്ക് തിരിയും. ഇവിടെ അക്വാപ്ലെയിനിങ്ങിന് യാതൊരു പ്രസക്തിയുമില്ല. അക്വാപ്ലെയിനിങ്ങിന്റെ പ്രിൻസിപ്പിളിന് അഗ്നിസ്റ്റ് ആയിട്ടാണ് വണ്ടി മൂവ് ചെയ്തത്. ഈ വണ്ടി അപകടം നടന്ന അന്ന് രാത്രി അവർ സിനിമ കാണാൻ വാടകയ്ക്ക് എടുത്തതാണ്. ആ വണ്ടി അത്രയും സ്പീഡിൽ ഓടിക്കാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ ലോറിയും ബസ്സും ട്രെയിലറും ഓട്ടോറിക്ഷയും എല്ലാം ഓടിക്കുന്ന ആളാണ്, സൈക്കിളും ചവിട്ടുന്ന ആളാണ്. നമ്മൾ ആദ്യമായി ഒരു വണ്ടി ഓടിക്കുമ്പോൾ കുറേ നേരത്തേക്ക് നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലിണങ്ങില്ല വണ്ടി. നമ്മൾ ഡ്രൈവിംഗ് സ്കില്ലല്ല അവിടെ പ്രാധാന്യം. ഒരു പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ഡീസൽ വണ്ടി ഓടിക്കണമെങ്കിൽ അതിന് ടൈം എടുക്കും. നിങ്ങൾ ആരും തന്നെ ശ്രമിച്ചു നോക്കും. നിങ്ങൾ സ്ഥിരം ഓടിക്കുന്ന ഒരു വണ്ടി ഒരു മാരുതി 800 ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങളൊരു ഇന്നോവ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ആണ് ഇവിടെ പഠിക്കേണ്ട ഒരു വിഷയം. ഇനി മൂന്നാമത്തെ ഒരു വിഷയം, നമ്മൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, വിക്ടോറിയ സ്റ്റേറ്റിലെല്ലാം പ്രൊബേഷൻ ലൈസൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെൽബണിൽ പോയി കഴിഞ്ഞാൽ 18 വയസ്സായ കുട്ടികൾക്ക് ആദ്യം കിട്ടുന്നത് P1 എന്ന് പറയുന്ന ഒരു ചുമന്ന പ്ലേറ്റ് വയ്ക്കും, അതായത് പ്രൊബേഷൻ 1. ആ സമയത്ത് അവർ ഇത്ര അവേഴ്സ് വണ്ടി ഓടിക്കണം. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പിലെ ആളുകളെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പാടില്ല. എപ്പോഴും പിയർ ഗ്രൂപ്പിലെ ആളുകൾ നമ്മുടെ വണ്ടിയിലുണ്ടെങ്കിൽ നമുക്ക് ആവേശം കൂടും, സ്പീഡ് നമുക്ക് ഭയങ്കര ത്രില്ല് തരും. ആ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ 19 വയസ്സ് പ്രായമുള്ള 11 പേരാണ് ആ വണ്ടിയിലിരിക്കുന്നത്. ഇത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. നമ്മളും ആ പ്രായം കഴിഞ്ഞ ആളുകളാണ്. ഈ പ്രായത്തിലുള്ളവർ ഇത് കാണുന്നുണ്ടാവും. 19 വയസ്സുള്ള ഒരു ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ഏജ് ഗ്രൂപ്പുള്ള ആളുകളെ വെച്ചുകൊണ്ട് അവിടെ വാഹനം ഓടിക്കാൻ പാടില്ല. നമ്മൾ മുതിർന്ന ആൾക്കാർ മാത്രമേ വണ്ടിയിൽ കയറ്റാവുള്ളൂ. കാരണം പിയർ പ്രഷർ കൊണ്ട് നമ്മൾ സ്പീഡിൽ ഓടിക്കും. ഇനി ഈ ഗ്രൂപ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും ഒരു ഓപ്പോസിറ്റ് സെക്ഷനോട് അട്രാക്ഷൻ ഉണ്ട്. ഒരു ആൺകുട്ടിയാണ് വണ്ടി ഓടിക്കുന്നതിൽ വണ്ടിക്കകത്ത് ഒരു പെൺകൊച്ചുണ്ടെങ്കിൽ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വണ്ടി മരത്തെ കയറ്റും, അത് വേറെ കാര്യം. ഇനി ആൺകുട്ടികൾ തന്നെയാണെങ്കിലും ഇവൻ്റെ ഒരു കറേജും സ്കില്ലും കാണിക്കാൻ വേണ്ടി പ്രഷർ ഇടും. ഞാൻ ഈ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, അവർ ഒരു നല്ല കുട്ടികളായിരിക്കാനേ സാധ്യതയുള്ളൂ, നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് സ്വാഭാവികമായിട്ടും പിയർ പ്രഷറാണ് അപകടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യം. നമ്മുടെ നാട്ടിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും എല്ലാ വർഷവും നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ ഇല്ലീഗലായിട്ടുള്ള വണ്ടികൾ കൊണ്ടുവന്നുള്ള സർക്കസ്. ഇത് സർക്കാർ പണ്ടേ നിരോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓഫ് റോഡ് റൈഡ്, ഇതെല്ലാം വളരെ വളരെ എക്സ്റ്റെൻസീവായിട്ട് നടക്കുന്നുണ്ട്. അത് ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് നടത്തിയ കുഴപ്പമില്ല. പക്ഷേ ഇവന്മാർ കുറച്ച് കഴിയുമ്പോൾ റോട്ടിൽ കാണിക്കും. അപ്പോൾ ഈ ഏജ് ഈസ് വെരി വെരി സെൻസിറ്റീവ് ഏജ്. ആ സമയത്ത് നമ്മൾ ഇവർക്ക് ഒരു കൺട്രോൾഡ് ലൈസൻസേ കൊടുക്കാവൂ. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യാം. ഈ നമ്മുടെ നാട്ടിലെ സർക്കാരിന് പരിമിതികളുണ്ട്. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് സ്ട്രിക്റ്റ് ആക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരും എല്ലാവരും നമ്മുടെ മന്ത്രിയുടെയും എല്ലാവരെയും പുറത്തേക്ക് കയറി. അപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഈ ലോ എൻഫോഴ്സ്മെൻറ്റ് ഇല്ല എന്ന് പറയുകയും സ്ട്രിക്റ്റായി നിയമം കൊണ്ടുവരുമ്പോഴത്തേക്കും ആളുകളെ പീഡിപ്പിക്കുകയും എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. റോഡിൽ ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രശ്നം ശക്തമായിട്ടുണ്ട്. അത് ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ കോടതിയെ വരെ വിമർശിക്കേണ്ടതായിട്ട് വരും. ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതും ഉണ്ടാക്കിയതും ആയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ ആക്സിഡൻറ്റുകളുടെയും 70% ആക്സിഡൻറ്റുകളും ഉണ്ടാവുന്നത് ലൈസൻസ് കിട്ടി ആദ്യത്തെ 3 വർഷമാണ്. അത് സർക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിലും സ്വന്തം മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അത് കാരണവന്മാരുടെ ഉത്തരവാദിത്വമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു തമാശ, റോഡ് എഞ്ചിനീയറിംഗ് ശരിയല്ല. ഞാൻ ആ സ്ഥലം സന്ദർശിച്ചതാണ്. അത് മനോഹരമായ റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്. അവിടെ അതിനേക്കാൾ കൂടുതൽ റോഡ് എഞ്ചിനീയറിംഗ് ഒന്നും പോസിബിൾ അല്ല. പിന്നെ ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ വീടിന് മിറ്റാണ് റോഡ്. അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ എപ്പോഴും മട്ടം ചാടും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം റോഡ് എഞ്ചിനീയറിങ്ങിനെ പറ്റി. നമ്മളിപ്പോൾ ഇത്രമാത്രം റോഡ് എഞ്ചിനീയറിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. വണ്ടികളുടെ എണ്ണം കൂടിയതുകൊണ്ടല്ല, റോഡുകൾ നല്ലതായപ്പോൾ അപകടം പ്രൊപ്പോർഷനേറ്റ്ലി കൂടി. നമ്മളുടെ മൊത്തം അപകടങ്ങളുടെ ഭൂരിപക്ഷവും, സ്റ്റാറ്റിക്സ് ഞാൻ ബൈഹാർട്ട് ഓർക്കാത്തതുകൊണ്ടാണ് പറയാത്തത്, ഭൂരിപക്ഷവും ഉണ്ടാകുന്നത് നല്ല റോഡുകളിലാണ്. മൊത്തം ഉണ്ടാകുന്ന അപകടത്തിൻ്റെ 20-25% ആണ് ഏതാണ്ട് 70-80% ഉള്ള ചെറിയ റോഡുകൾ ഉണ്ടാകുന്നത്. ബാക്കി 70% റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് നാഷണൽ ഹൈവേയിലാണ്. അതായത് കൃത്യമായ റോഡ് എഞ്ചിനീയറിംഗ് നടപ്പാക്കിയ സ്ഥലങ്ങളാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. റോഡ് അപകടത്തിൻ്റെ കാരണം ഓവർ സ്പീഡും ലൈൻ ഡിസിപ്ലിൻ ഇല്ലായ്മയും കെയർലെസ് ആയിട്ടുള്ള ഡ്രൈവിങ്ങും ഓവർടേക്കിങ്ങും ഇതുപോലുള്ള കാര്യങ്ങളുമാണ്.
അതിന് റോഡ് എഞ്ചിനീയറിങ്ങിനെയോ എൻഫോഴ്സ്മെൻറ്റിനെയോ നമുക്ക് കുറ്റം പറയാം. ഞാൻ സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട്, റോട്ടിൽ കുഴിയുണ്ട്, റോട്ടിൽ ഏറ്റവും അപകടം പിടിച്ച ചില സ്ഥലങ്ങളുണ്ട്, വലിയ വളവ്, ഒത്തിരി കുഴികൾ, അവിടെ അപകടം കുറവാണ്. കാരണം ആളുകൾ കോൺഷ്യസ് ആണ്. റോഡ് നന്നാകുമ്പോഴാണ് ആളുകൾ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നത്. ഇതിൻ്റെ മറുവശമുണ്ട്, എനിക്കത് അറിയാണ്ട് ഞാൻ പറയുന്നതല്ല. പക്ഷെ നല്ല റോഡ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത്ര നല്ല റോഡ്, എന്താണ് വേറെ വണ്ടിയൊന്നുമില്ല, ഒരു 120 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ എന്താണ് കുഴപ്പം, എന്താണ് ചിന്തിക്കുന്നത്? 120 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സെക്കൻഡിൽ നമ്മുടെ വാഹനം ഒരു 35 മീറ്റർ ദൂരെ യാത്ര ചെയ്യും. 35 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100 അടിയാണ്. നമുക്കൊന്ന് ബ്രേക്ക് ചവിട്ടണമെങ്കിൽ ആക്സിലേറ്റർ കാലെടുത്ത് അതിൽ വെക്കാൻ തന്നെ നമുക്കൊരു സെക്കൻഡ് എടുക്കും. ഈ 2 തരം ആർഗ്യുമെൻ്റ് ഉണ്ട് ഇതിൽ. അതായത് നമ്മൾ കോഴിയാണോ മുട്ടയാണോ എന്ന് പറയുന്ന മാതിരി ആളുകളുടെ ഡ്രൈവിംഗ് ആണോ മെച്ചപ്പെട്ടത്, റോഡ് എഞ്ചിനീയറിങ്ങും റോഡ് സുരക്ഷയുമാണ് മെച്ചപ്പെട്ടത്. അതൊരു തർക്ക വിഷയമാണ്. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ റോഡ് സേഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളും റോഡ് എഞ്ചിനീയറിങ്ങിനെ കുറ്റം പറയുമ്പോൾ ഞാൻ ഡ്രൈവറെ കുറ്റം പറയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എൻ്റെ ഈ ചാനലിൻ്റെ പേര് ഐ ഡ്രൈവ് സേഫ് എന്ന് പേരിട്ടിരിക്കുന്നത്. ദയവായി നിങ്ങൾ എൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ഞാൻ സുരക്ഷിതമായി വണ്ടി ഓടിക്കും. എൻ്റെ വീട്ടിൽ എനിക്ക് സുരക്ഷിതമായി വൈകിട്ട് ചെല്ലണമെങ്കിൽ റോഡിനെയോ റോഡിലെ കുഴിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റോഡിൽ കുഴിയുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് കണ്ണുണ്ട്, ശ്രദ്ധിച്ചോടിക്കുക. ന്യായീകരിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ സ്വയം തെറ്റ് നമ്മൾ സ്വയം തിരിച്ച് അറിയുക. ഈ കുട്ടികളുടെ ജീവൻ പോയതിൽ നമുക്ക് എല്ലാവർക്കും മതിയായ ദുഃഖമുണ്ട്. ആ രക്ഷപ്പെട്ട കുട്ടികൾ, അവരുടെ മാനസികാവസ്ഥ, അവർ കടന്നു പോകുന്ന ട്രൗമ, അവരുടെ കൂട്ടുകാരുടെ ബുദ്ധിമുട്ട്, അവരുടെ കുടുംബക്കാരുടെ ബുദ്ധിമുട്ട്, അധ്യാപകരുടെ ബുദ്ധിമുട്ട്, നാട്ടുകാരുടെ ബുദ്ധിമുട്ട്, ഇതൊരു വലിയ സാമൂഹിക വിപത്താണ്. നമ്മളതിനെപ്പറ്റി നെവർ ബോധേഡാണ്. മാധ്യമങ്ങൾ അരമണിക്കൂറാണ് മാറ്റിവെക്കുന്നത് കൊലപാതകങ്ങളെ പറ്റിയും ഇക്ലിപ്പെടുത്തുന്ന ബലാത്സംഗം, അതുപോലെ തന്നെ സ്ത്രീ പീഡനം, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ നമുക്കും വലിയ താല്പര്യമാണ് അത് കേൾക്കാൻ. ഒരു വർഷം വെറും 300 ആളുകളാണ് ഇവിടെ കൊല ചെയ്യപ്പെടുന്നത്. പക്ഷെ 4500-5000 ആളുകളാണ് റോട്ടിൽ കൊല ചെയ്യപ്പെടുന്നത്. ഒരു ചാനലുകാരും അതിനെപ്പറ്റി ബോധേഡല്ല. അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെൻറ്റിനെ കുറ്റം പറയുക, ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാൽ നമുക്ക് സുരക്ഷിതമായി വീട്ടിൽ ചെല്ലാം. നിരപരാധികളായ മറ്റ് ആളുകളെയും നമുക്ക് ഉപദ്രവിക്കാതിരിക്കാം. ദയവേത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരുടെയും അടുത്ത് എത്തിക്കുക. ഇതുപോലുള്ള റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുവാനും ഞാൻ സുരക്ഷിതമായി വണ്ടി ഓടിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.